നമ്മുടെ നാട്ടിലെ ലോൺ സർവീസസ് ഒക്കെ ആക്റ്റീവാണ്. അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ പരിചയപ്പെടുന്ന ബിസിനസ്സുകൾ തുടങ്ങാൻ ഉൾപ്പെടെയുള്ള ലോണുകൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ബിസിനസ് ലോണുകൾ മാത്രമല്ല, നമ്മൾക്ക് മുദ്ര ലോൺ, ഹൗസിംഗ് ലോൺ, പർച്ചേസ് ലോൺ, NRI ലോൺ, പേഴ്സണൽ ലോൺ, അങ്ങനെ എന്തായാലും ലോണും നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പൊ നമുക്ക് എന്റെ അടുത്തുള്ള ലോണും നിങ്ങൾക്ക് ചെയ്തു തരാൻ സാധിക്കുന്നതാണ്. പ്രൈം ക്യാപിറ്റൽ ഫിനാൻഷ്യൽ സൊല്യൂഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതേ കാണുന്നുണ്ടോ, 100 കണക്കിന് പോത്തുകുട്ടന്മാര്, കാളക്കുട്ടന്മാരൊക്കെ ഇങ്ങനെ മേഞ്ഞ് നടക്കുകയാണ്. ഇത് തമിഴ്നാട്ടിലെ അതിമനോഹരമായൊരു ഗ്രാമമാണ്. അപ്പോൾ ഈ ഗ്രാമത്തിന്റെ പ്രത്യേകത, നമ്മൾ പലർക്കും ഒരു സൈഡ് ബിസിനസ് ആയാലും മെയിൻ ബിസിനസ് ആയാലും ഒരു ബിസിനസ് പ്ലാനിൽ എന്തായാലും ഒരു ഫാം കാണും. അല്ലെങ്കിൽ ഒരുപാട് നമുക്ക് എന്താ പറയുക, വേറെ ബിസിനസ്സോ അല്ലെങ്കിൽ ജോലി ചെയ്യുന്നവരോ ആയിക്കോട്ടെ, ഒരു എവിടെയെങ്കിലൊക്കെ കുറച്ച് പ്രോപ്പർട്ടി കണ്ടെത്തി ഒരു ഫാം ഹൗസ് ഒക്കെ സെറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഫാമിലേക്കൊക്കെ ആനിമൽസിനെയൊക്കെ വാങ്ങുവാൻ പലപ്പോഴും നമ്മൾ മാർക്കറ്റിലേക്കൊക്കെ പോകും, ഈ കാറ്റിൽ മാർക്കറ്റ്, കന്നുകാലി ചന്തകളിലൊക്കെ. പക്ഷെ അത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ പോകുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾക്ക് ഇതുപോലുള്ള തമിഴ്നാട്ടിലെ ഉൾഗ്രാമങ്ങളിൽ വന്നാൽ നമ്മുടെ നാട്ടിൽ ലഭിക്കുന്നതിൻ്റെ 1/3 വിലയ്ക്ക് ഇവിടെ നിന്ന് നമുക്ക് കന്നുകാലികളെയൊക്കെ വാങ്ങി നമ്മുടെ ഫാം ആവശ്യങ്ങൾക്കോ, പിന്നെ പലരും ഈ ഇറച്ചി ഭക്ഷണം ആവശ്യത്തിനൊക്കെ കന്നുകാലികളെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ അതിനോടൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല. എന്നാലും നമുക്കിതിനെയൊക്കെ വളർത്തി നല്ല കുറഞ്ഞ വിലയ്ക്ക് കുഞ്ഞിനെ ഉൾപ്പെടെ വലിയ കന്നുകാലികളൊക്കെ ഇവിടുന്ന് വാങ്ങുവാൻ സാധിക്കും. അപ്പോൾ ഇതേ കണ്ടില്ല. അപ്പോൾ നമ്മൾ പോകുന്ന വഴി ഇഷ്ടംപോലെ കാഴ്ചകൾ ഇതുപോലെ കാണാനുണ്ട്. ഈ ഗ്രാമം എന്ന് പറയുന്നത് നമ്മുടെ തമിഴ്നാട് കന്യാകുമാരി ജില്ലയിലെ കടയം എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. അപ്പോൾ ഇവിടെ നമുക്ക് 1-2 സ്ഥലത്തൊക്കെ പോയി ഈ ഇതിൻ്റെയൊക്കെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ തിരക്കാം. അപ്പോൾ കൂടുതൽ ആളുകൾ ഈ ഫാമൊക്കെ തുടങ്ങുമ്പോൾ തമിഴ്നാട്ടിലേക്ക് വന്നാണ് ഈ ആനിമൽസിനെയൊക്കെ വാങ്ങുന്നത്. അപ്പോൾ കൂടുതൽ അവർ അത്തരത്തിൽ മാർക്കറ്റുകളിലൊക്കെ പോകാറുണ്ട്. പൊള്ളാച്ചി, കടയം, അപ്പോൾ തിരുപ്പൂര്, തൃച്ചി, ഇവിടെയൊക്കെ ഉണ്ട് ഹോൾസെയിൽ മാർക്കറ്റുകൾ. അപ്പോൾ അത്തരത്തിലൊക്കെ ഉള്ള മാർക്കറ്റുകളിലേക്ക് ഇത്തരത്തിലുള്ള കന്നുകാലികൾ, പോത്തായാലും കാളയായാലും ആടുകളൊക്കെ ആയാലും ഇത്തരത്തിലുള്ള വില്ലേജുകളിൽ നിന്നൊക്കെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ വില്ലേജിൻ്റെ അകമൊക്കെ ഒന്ന് ചുറ്റിക്കണ്ട് ഇവിടെ ഇതിൻ്റെ മാർക്കറ്റ് വിലയും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടുപിടിച്ച് ഇത് നമുക്ക് നാട്ടിലേക്ക് കൊണ്ടുപോകാൻ എന്തൊക്കെ കാര്യങ്ങൾ വേണം അതൊക്കെ ഒന്ന് തിരക്കി നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ കമാ. ഇത് തമിഴ്നാടിൻ്റെ ഉൾഗ്രാമങ്ങളായതുകൊണ്ട് തന്നെ വളരെ അതിമനോഹരമായ സ്ഥലങ്ങളാണ്. പിന്നെ ഞാൻ ആദ്യമേ ഒരു കാര്യം പറയാം. നമ്മൾ ഈ കന്നുകാലികൾക്കും പോത്തിനും ആടിനൊന്നും നമ്മുടെ മറ്റു ഉൽപ്പന്നങ്ങളെ പോലെ ഫിക്സഡ് പ്രൈസോ കാര്യങ്ങളോ ഒന്നുമല്ല. നമ്മൾ ഇവിടെ വന്ന് ചോദിച്ചാൽ അവരൊരു വില പറയും. പക്ഷേ ആ ഒരു വില ആയിരിക്കില്ല, അത് അവർ ഉദ്ദേശിക്കുന്ന വില ആയിരിക്കില്ല. പ്രത്യേകിച്ച് നമ്മൾ കേരളത്തിൽ നിന്നൊക്കെ ആളുകൾ വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവർ ചോദിക്കുന്ന വിലയിൽ നിന്ന് എപ്പോഴും നമുക്ക് നല്ല രീതിയിൽ വില കുറച്ചിട്ടാണ് ഇത്തരത്തിലുള്ള ആനിമൽസിനെ, മൃഗങ്ങളെയൊക്കെ നമ്മൾക്ക് തമിഴ്നാട്ടിൽ നിന്ന് വാങ്ങുവാൻ സാധിക്കുന്നത്. അത് ഇത്തരത്തിലുള്ള ഗ്രാമങ്ങളിൽ വന്നാൽ മാത്രമല്ല, നമ്മൾ ഏത് കന്നുകാലി ചന്തകളിൽ പോയാലും ഈ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് നല്ലതുപോലെ അറിയാം. ഞാൻ എന്നാൽ ആദ്യമായിട്ട് ഒരു ഫാം തുടങ്ങാൻ വേണ്ടി അല്ലെങ്കിൽ വീട്ടാവശ്യത്തിന് കുറച്ച് മൃഗങ്ങളെ വാങ്ങുവാനായി ഇത്തരത്തിൽ തമിഴ്നാട്ടിലെ ഉൾഗ്രാമങ്ങളിലേക്ക് വരുന്ന ആളുകളുണ്ട്. പക്ഷെ നമ്മൾ അവിടെ വന്ന് അവർ ചോദിക്കുന്ന വില കേൾക്കുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ തന്നെ ഞെട്ടിപ്പോവാൻ സാധ്യതയുണ്ട്. കാരണം അത്തരത്തിലുള്ള വിലകളൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ആദ്യമായിട്ട് പോകുന്നവർ നമ്മുടെ നാട്ടിൽ ഈ മൃഗങ്ങൾക്ക് എന്ത് വിലയാണെന്ന് നല്ല രീതിയിൽ അറിഞ്ഞിട്ട് പോവുക. അതിനുശേഷം നമ്മൾ അവിടെ ചെന്നതിന് ശേഷം, നമ്മൾ ഇത്തരത്തിലുള്ള ഗ്രാമങ്ങളിലോ കന്നാലി ചന്തകളിലൊക്കെ ചെന്നതിന് ശേഷം നമ്മൾ മാക്സിമം നമ്മുടെ നാട്ടിലുള്ളതിൽ നിന്ന് പകുതി വില ആണ് നമ്മളിവിടെ പറയേണ്ടത്. നമ്മുടെ ബാർഗെയിനിങ് പവറും നമുക്ക് വില പേശാനുള്ള ഒരു കഴിവും കപ്പാസിറ്റിയും അനുസരിച്ചിട്ട് നമുക്ക് മാക്സിമം ഇവിടെ വില കുറച്ച് മൃഗങ്ങളെ നമുക്ക് ലഭിക്കും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഈ ഒരു സമയം നമുക്ക് അധികം മൃഗങ്ങളെ ഒന്നും പോയി കാണുവാൻ സാധിക്കില്ല. കാരണം ഇത് നമ്മുടെ നാട്ടിലെ കണക്ക് മൃഗങ്ങളെ കെട്ടിയിട്ട് വളർത്തുന്ന ഒരു സ്ഥലമല്ല. ഇവിടെ ഇത്രയും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 2 സൈഡ് വളരെ മനോഹരമായ പാടങ്ങളും മലയിടുക്കുകളും ഒക്കെ ഉള്ള നല്ല തീറ്റയും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമായതുകൊണ്ട് തന്നെ ഇവർ രാവിലെ ഇതിനെ അഴിച്ചു വിടുകയാണ് ചെയ്യുന്നത്. കൂടെ ഇടയന്മാരൊക്കെ പോകാറുണ്ട്. പക്ഷെ കൂടുതലും പട്ടികളൊക്കെയാണ്, നായകളെയൊക്കെയാണ് ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. ഇവര് ഈ മൃഗങ്ങളൊക്കെ പോയി, പോത്തും ആടും പശുവൊക്കെ പോയി മേഞ്ഞിട്ട് വൈകിട്ട് അവരവരുടെ താമസ സ്ഥലങ്ങളിലേക്ക് തിരിച്ചു വരുന്നതാണ് ഇതിൻ്റെ ഒരു പതിവ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ മൃഗങ്ങളെയൊക്കെ അടുത്ത് കാണണമെങ്കിൽ ഒരു രാത്രി സമയത്താണ് പോയി നമ്മൾ നോക്കേണ്ടത്. പക്ഷെ ആ സമയത്ത് നമുക്ക് ലൈറ്റിൻ്റെ ലഭ്യത എത്രത്തോളം ഉണ്ടാവുമെന്ന് അറിയില്ല. എന്നിരുന്നാലും നമുക്ക് നമ്മുടെ കൂടെ ഒരു സുഹൃത്തുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്ന് ഇത്തരത്തിൽ മൃഗങ്ങളെയൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് ഇങ്ങോട്ട് പോവുക, ഇദ്ദേഹത്തെ കോൺടാക്റ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ വന്ന് കണ്ടതിന് ശേഷം നിങ്ങൾ അതിൻ്റെ ഒരു മതിപ്പെന്നാണ് പറയുന്നത്, ആ ഒരു
ഒരു മൃഗത്തിന്റെ മതിപ്പ് നിങ്ങൾ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ വില പറയുക. നിങ്ങൾ നാട്ടിൽ നിന്ന് വരുന്നതിന് മുമ്പ് നല്ല രീതിയിൽ തന്നെ നിങ്ങളുടെ നാട്ടിലെ മാർക്കറ്റ് വിലയും കൂടെ പഠിച്ചിട്ട് വരിക. അപ്പോൾ എനിക്ക് എത്രയാണ് പറയാനുള്ളത്. നമുക്ക് മുന്നിലേക്ക് പോയി ഇവിടുത്തെ മറ്റു കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് മാക്സിമം ഇന്ന് കവർ ചെയ്യാൻ ശ്രമിക്കണം. ഇവിടെയുള്ള നമുക്ക് മാക്സിമം ആനിമൽസിനെ അതിൻ്റെ ഓണർമാരെയൊക്കെ കവർ ചെയ്യാൻ ശ്രമിക്കണം. നമ്മൾ ട്രാവൽ ചെയ്ത് കുറച്ച് ഇങ്ങോട്ട് വന്നപ്പം ആ വയലിൻ്റെ അറ്റത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു, ഒരു 10-100ഓളം പോത്തുകൂട്ടന്മാരും കാളക്കൂട്ടന്മാരൊക്കെ ഇങ്ങനെ നിരനിരയായിട്ട് പോകുന്നുണ്ട്. പക്ഷെ നമുക്ക് അവന്മാരുടെ അടുത്തോട്ട് പോകാനുള്ള വഴിയില്ല. ഈ വയലാണ്. വയലിൽ കൂടെ അങ്ങ് എത്തുമ്പോഴത്തേക്ക് അവർ അവിടുന്ന് അങ്ങ് സഞ്ചരിച്ച് മുന്നോട്ട് പൊക്കോണ്ടിരിക്കും. അപ്പം അതുകൊണ്ട് ഇവന്മാരെ നമുക്ക് വെളിയിലിറക്കണം. വെളിയിലിറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇവന്മാരെ കിട്ടും. അപ്പോൾ നമുക്ക് പോയി അടുത്ത് കണ്ട് കാര്യങ്ങളൊക്കെ നോക്കാം. എന്തായാലും ഞാനൊന്ന് നോക്കട്ടെ നമുക്ക് അതിൻ്റെ അടുത്തോട്ടൊന്ന് പോകാൻ പറ്റുമെന്ന്. പിന്നെ മാത്രമല്ല, നമ്മൾ അതിൻ്റെ അടുത്തോട്ട് പോയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അതിൻ്റെ കൂടെ ഉള്ളത് അതിൻ്റെ ഇടയന്മാരായിരിക്കും. അവർക്ക് അതിൻ്റെ വിലയോ കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് അറിയാൻ പറ്റത്തില്ല. നമുക്ക് അതിൻ്റെ ഓണറുമായിട്ട് തന്നെ ഡയറക്റ്റ് സംസാരിക്കേണ്ടി വരും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ വാങ്ങുന്ന വില ആയിരിക്കില്ല അവർ പറയുന്ന വില. അതുകൊണ്ട് നമുക്ക് അവിടെ നിന്ന് ബാർഗെയിൻ ചെയ്തിട്ട് വാങ്ങാതെ പോകാനും പറ്റില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഏകദേശം കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ധാരണയാക്കാം. ചെറിയൊരു കവല, ഈ ഉൾഗ്രാമമാണ്. ഞാൻ പറഞ്ഞത് ഉൾഗ്രാമമാണെങ്കിലും ഇവിടെ ചെറിയൊരു കവല, നല്ല ഭംഗിയുണ്ട്. പിന്നെ എനിക്കിവിടെ 2-3 ദിവസമൊക്കെ നിന്നിട്ട് പോയാൽ കൊള്ളാമെന്നുണ്ട്, പക്ഷേ സമയമില്ല. ഇവിടെ നമ്മളൊരു അപ്പൂപ്പൻ, ഒരു അമ്മാവൻ ഇരുന്നിട്ട് നല്ല മുളക് ബജ്ജി ഉണ്ടാക്കുന്നുണ്ട്. ഞാനതൊക്കെ കഴിച്ചു. നല്ല ടേസ്റ്റാണ്. ടേസ്റ്റ് എന്ന് വെച്ചാൽ നല്ല നാടൻ, നല്ല എന്താ പറയുക, നല്ല ട്രഡീഷണൽ തമിഴ്നാടിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ എനിക്കിവിടെയൊക്കെ ഒന്ന് സ്റ്റേ ചെയ്ത് 2 ദിവസമൊക്കെ നിന്ന് പോകണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിലും നടക്കത്തില്ല. കാര്യം നമുക്ക് പോയിട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ടൗണിൽ നിന്ന് ഇനി സമയം കളയാനില്ല. നമുക്ക് മുന്നിലേക്ക് പോകാം. മുന്നിലോട്ട് പോയി എന്തൊക്കെയാണ് അവിടുത്തെ കാര്യങ്ങൾ കാണണം. നമ്മൾ വന്നത് കാര്യം ഇതല്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് നമ്മൾ മുന്നിലോട്ട് ഇങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകുന്ന വഴി ബാക്കി കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് മുന്നിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കാം. അപ്പോൾ നമുക്ക് കാണുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്തു തരാം. അപ്പോൾ നമ്മളിങ്ങനെ പശുവിനെയും കാളയും പോത്തിനെയൊക്കെ തേടി ഇങ്ങനെ അലഞ്ഞ് കറങ്ങി വല്ല മേയതൊക്കെ കാട്ടിപ്പോയില്ലേ? കാട്ടിപ്പോയി. ഇവിടുത്തെ സിസ്റ്റം നമ്മൾ നാട്ടിലങ്ങനെ കെട്ടിയിട്ട് വളർത്തുമല്ല. ഇവന്മാരെ രാവിലെ അങ്ങ് അഴിച്ചു വിടും. ഇവന്മാർ ഈ മലയിലും, നമ്മളിപ്പോൾ കണ്ട മലയിലും കാട്ടിലൊക്കെ പോയി തിന്ന് മേഞ്ഞ് വൈകിട്ടിങ്ങ് വരും. അപ്പോൾ ഇവിടൊക്കെയാണ് വരുന്നത്. അപ്പോൾ വന്നിട്ടില്ല. അപ്പോൾ നമ്മുടെ മുത്തുവണ്ണനുണ്ട്. അപ്പം എനിക്ക് 2015 തൊട്ട് 2017 വരെ നാട്ടിൽ ഫാം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് പിന്നെ നിർത്തി. കാരണം ഞാൻ പുറത്തൊക്കെ ആയതുകൊണ്ട് അപ്പോൾ നോക്കാനൊന്നും ആളില്ല. അപ്പോൾ അന്ന് തൊട്ടേ എനിക്ക് മുത്തുവണ്ണനാണ് ഇവിടുന്ന് ഈ ആനിമൽസിനെയൊക്കെ വാങ്ങിച്ച് തരുന്നത്. പക്ഷെ ഇപ്പം നമ്മരൊക്കെ വരും, ഒരു സമയമാകുമ്പോൾ വരും. അപ്പോൾ നമുക്ക് കാണിച്ചു തരാം, അതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഇപ്പോഴേ ഇവിടെ നമുക്ക് കുറച്ച് സ്പെഷ്യൽ ആൾക്കാരുണ്ട്. ഇവന്മാരെ ഞാൻ കാണിച്ചു തരാം. 1, 2, 3, 4, 5 ഇവന്മാരെ ഞാൻ കാണിച്ചു തരാം. 5 അവന്മാർ ഇവിടെ ഉണ്ട്. ഇത് പുതുസാ വന്ന കുളന്തയാ? ഇത് വന്ന് ഇപ്പോൾ ഒരു 2 வருஷമാണ്. 2 வருஷம். 2 வருஷம் പ്രായം? 2 வருஷம் പ്രായം. அப்படியா? இவ்வளோதான். ஓ அப்படியா? ஓகே. இது இவன் மேய விடாதா? இது மேய விடாது. அப்படி இது இன்னும் பால் குடிச்சு மறக்கும். பால் ஓகே. இன்னும் ஒரு 5 മാസം. 5 മാസം. ഇതിപ്പോൾ 2 ദിവസം. 2 ദിവസം. 2 വർഷം 2 ദിവസം പ്രായമുള്ള ഇവന്മാർക്ക് ഇവന്മാർ ഇനി പാലൊക്കെ കുടിച്ച് ആളും സെറ്റായി ഇവന്മാരെ മേയാൻ വിടും. കണ്ടവന്മാരുടെ മുഖമൊക്കെ നോക്കി എന്തെന്ന് നിഷ്കളങ്കമായ മുഖം. പാവങ്ങളാന്ന് തോന്നുന്നു കണ്ടിട്ട്. ഇവൻ നമ്മളിവിടെ വന്നാൽ കൊള്ളാമെന്നുണ്ടെന്ന് തോന്നുന്നു. മോനെ അപ്പോൾ ഇവന് അപ്പോൾ ഇവന്മാരുടെ ബാക്കി ആളുകളൊക്കെ വന്നിട്ട് ഇത് വിൽക്കാൻ முடியுமா? இல்லை, இது விற்க மாட்டேன். இது விற்க முடியாது. இது விற்க மாட்டாங்க. இது வந்து என்னென்னா இப்போ அதாவது இது இப்போ வளர்ந்து வரும்ல, வளர்ந்து வரும்போது அடுத்த அந்த செட்டில் உள்ள மாடுகளை விற்பாங்க. ஓ அப்படி. இந்த குழந்தை கொடுக்காது? குழந்தை கொடுக்காது. சரிங்க. നെക്സ്റ്റ് സെറ്റ്. അപ്പോൾ നമുക്കൊന്നും കൂടെ മലയൊക്കെ ഒന്ന് ചുറ്റി നോക്കാം. ഇത് പോത്തൊക്കെ തിരിച്ച് വന്നെങ്കിൽ നമുക്ക് നമ്മുടെ വ്യൂവേഴ്സിനൊക്കെ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാം എന്തായാലും. അപ്പോൾ നമുക്ക് വീണ്ടും നമ്മൾ മാടുകളെ തേടി പോവാണ്. ഞാൻ പറഞ്ഞില്ല, ഇവിടെ വീടുകളിൽ അങ്ങനെ മാടുകളൊന്നും ആരും കെട്ടിയിടത്തില്ല. അപ്പോൾ മാടുകളെയൊക്കെ ഇനി നമ്മൾ ഇപ്പം സമയം 4 മണി ആയതേ ഉള്ളൂ. ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ വരും. പിന്നെ അവിടെ ഒരു പഴയ ഒരു കോഴി ഫാം ഉണ്ട്. ഞാൻ ഒരു കോഴി ഫാമിൻ്റെ വീഡിയോ തൊട്ട് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അതിനെപ്പറ്റി ഒന്ന് കാണുക. ഇവിടെ മാവ് നട്ടിട്ടുണ്ട്. ഇതെന്ത് മാവാണ്? തെരീമാ?
இது புறாமே அதாவது என்னன்னா ரவுண்டு அதாவது உருட்டு காய் சொல்லுவாங்க உருட்டு மாங்காய் അത് വന്ന് മല அது மலை അവിടെ ഭയങ്കര മല അവിടെ കരടിയും പുലിയും സിരുത്തല്ലേ കരടി ഉണ്ട് മാട് മാൻ കരടിയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് ഇങ്ങോട്ട് വന്നാൽ മതി അപ്പോൾ ഈ മാടിനെ ഒന്നും പിടിച്ചോണ്ട് പോകത്തില്ലേ അവന്മാർ ഈ പുലിയൊന്നും വന്നല്ലേ പിടിച്ചോണ്ട് പോവാം സിരുത്ത വന്ന് പിടിച്ചോണ്ട് പോകല്ലേ അപ്പോൾ നമുക്ക് മാടിനെ നോക്കി പോവാം ബാ മാടിനെ തപ്പി ഞാൻ തളർന്ന് ഇവിടെ മാട് 6 മണിയാകും വരാൻ ഞാൻ ഈ കാട് മല മൊത്തം കിടന്ന് അലഞ്ഞിരിഞ്ഞ് അവസാനം എനിക്ക് നെല്ലിക്ക കിട്ടി പക്ഷേ അതേ അവിടെ നിൽപ്പുണ്ട് നോക്കിയേ നല്ല കാഴ്ച നിൽപ്പുണ്ട് ഇത് നമ്മുടെ ചീമ നെല്ലിക്ക അല്ല ഇതെന്തൊരു നെല്ലിക്ക എന്നതിൻ്റെ പേര് അതൊന്നും എനിക്ക് കറക്റ്റ് അറിയത്തില്ല അപ്പം ചോദിക്കാനും ആരുമില്ല കാരണം പറിച്ച് തിന്നണം എന്നുണ്ട് പക്ഷേ എന്ത് ചെയ്യാം അവിടെ മുള്ളുവേലി ഇട്ട് വെച്ചേക്കുന്നു അപ്പോൾ വേറൊരു സ്ഥലവും കൂടെ ഉണ്ട് പിന്നെ നമ്മളിതിൻ്റെ അതിക്രമിച്ച് കയറി പറിച്ച് പിടിച്ച് കെട്ടിയൊക്കെ ഇട്ട് നമ്മൾ ഏലുവല്ലും ഒക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ അഴിച്ചു വിടുമെന്നും അറിയത്തില്ല എന്തായാലും നല്ല ഫ്രഷ് സാധനമാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇവിടെ ഈ വിഷമൊന്നും അടിച്ചൊന്നുമല്ല മലക്കറിയൊന്നും വരുന്നത് എനിക്കറിയത്തില്ല ഞാൻ കണ്ടിട്ടില്ല ഇനി ഉണ്ടോ എന്തോ ഇതാ നല്ല ഫ്രഷ് നെല്ലിക്ക കാണാൻ പറ്റുമെന്ന് തോന്നുന്നു ഞാൻ കാണിച്ചു തരാം ഇതേ അടിപൊളി നെല്ലിക്ക അവിടെ ഇവിടെ കൃഷി ചെയ്യുന്നത് ഇത് നമ്മുടെ കേരളത്തിലൊക്കെ വരും അപ്പോൾ ഞാൻ എന്തായാലും വീണ്ടും ഞാൻ മാടിനെ തേടി കാട്ടിലോട്ട് പോകാൻ പോവാണ് പ്യൂമാർ വന്നാലേ എനിക്ക് പുള്ളി അതിനെ കാണിച്ചതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ പറ്റും സൂര്യകാന്തി കണക്കൊരു പൂവ് അവിടെ നിൽപ്പുണ്ട് പക്ഷേ സൂര്യകാന്തി അല്ല സൂര്യകാന്തിയാണോ അല്ല പക്ഷെ ഇതെന്തോ ആവശ്യത്തിന് ഇത് വെറുതെ കാട്ടുചെടിയല്ല എന്തോ ആവശ്യത്തിന് മയിലൊക്കെ കരയുന്ന വിടുന്നു അപ്പോൾ നേരത്തെ അദ്ദേഹം പറയുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് കരടിയുണ്ട് മാനുണ്ട് സിരുത്തൈ എന്നുവെച്ചാൽ ചീറ്റപ്പുലി അപ്പോൾ മാടിനൊക്കെ വരുന്ന സമയത്ത് ഇവന്മാരെയൊക്കെ ഒന്ന് കണ്ടാലും ഞാൻ ഒന്ന് കവർ ചെയ്ത് കാണിക്കാം മാടിനെ തേടി മല മൊത്തം ഞാൻ കറങ്ങി വീണ്ടും നമ്മൾ ആ വീഡിയോ തുടങ്ങിയ സ്ഥലത്തെത്തി ഇത് അവിടെ ഉണ്ട് അവന്മാർ പക്ഷേ നമ്മൾ അടുത്തോട്ട് ചെന്നവന്മാർ ഓടിക്കളയും ഇവന്മാരെ കൈ കിട്ടുന്ന ഇവന്മാരെ കൂട്ടിൽ വരണം അവിടെ ലൈറ്റും പോവും പുലിയണ്ണ അങ്ങോട്ട് ചെന്നവന്മാർ ഓടുക അല്ലേ നമ്മളൊന്ന് ചുമ്മാ ഒന്ന് പോയി നോക്കാം എന്തായാലും വാ ഇപ്പോൾ കുമാരണ്ണൻ നമ്മുടെ കൂടെ ഉണ്ട് ഇന്ന് അപ്പോൾ ഇതേ അങ്ങോട്ട് നോക്കിയാൽ അവിടെ എല്ലാം മാടുകൾ നിന്ന് മേഞ്ഞുകൊണ്ടിരിക്കുക ഞാൻ പറഞ്ഞില്ല നമ്മുടെ നാട്ടിലെ സെറ്റപ്പ് അല്ല ഇവന്മാരൊന്നും അടച്ചു പൂട്ടിയിടുവല്ല ഇവിടെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക ഇവന്മാർക്ക് ഇവിടെ കഴിക്കാൻ ആവശ്യത്തിന് ആഹാരം ഇവിടെ ലഭിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇവരെ അങ്ങ് മേയാൻ വിട്ടാൽ മതി ഇവർ മേഞ്ഞിട്ടൊക്കെ വരും അപ്പോൾ നമ്മളിവിടെ ഒരു ഫാം തുടങ്ങിയാലും ചിലവൊക്കെ കുറവായിരിക്കും അല്ലേ കമ്മിത അപ്പോൾ ഇവിടെ ഇത്തരത്തിലുള്ള സ്ഥലമൊക്കെ സെറ്റ് ചെയ്ത് നിങ്ങളൊരു ഫാം തുടങ്ങുവാണെങ്കിലും ചിലവൊക്കെ വളരെ കുറവായിരിക്കും കാരണം ഇവിടെമാർക്ക് നോക്കാൻ പുല്ലൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ കൂടെ ആൾ പോകണം വേണ്ട ആൾ പോകണം ഒരാൾ ഇതിൻ്റെ കൂടെ പോയാൽ മതി നമുക്ക് പ്രത്യേകിച്ച് പണിയില്ല നമുക്കും അങ്ങ് പോകാം കുഴപ്പമൊന്നുമില്ല ഞാനും പോയിട്ടൊക്കെ ഉണ്ട് അപ്പോൾ ഒരാൾ ഇതിൻ്റെ കൂടെ അങ്ങ് പോയാൽ മതി അപ്പോൾ ഇതിനെയൊക്കെ മേയിച്ച് ഞാൻ ആൾ പോയില്ലെങ്കിൽ ഇവന്മാർ ഫുഡൊക്കെ സാപ്പിട്ട് തിരുമ്പി വരും അതല്ല ആൾ പോകണതാ തിരുമ്പി വരും ആൾ പോയില്ലെങ്കിൽ തിരിച്ച് വരത്തില്ല നിങ്ങൾ മനസ്സിലാക്കി അവന്മാരുടെ വഴിക്ക് അങ്ങ് പോകും ഇവിടെ ആൾ കൂടെ പോകണം അപ്പോൾ ഇത് പ്രശ്നം ഇപ്പോൾ നമ്മൾ അടുത്തോട്ട് ചെന്ന് കഴിയുമ്പോൾ ഇവർ ഓടും അതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് ഞാൻ സൂം ചെയ്ത് കാണിച്ചിട്ട് നമുക്ക് അതിൻ്റെ ഓരോത്തിൻ്റെ വില നമുക്ക് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കാം அப்போ கேரளாவில் நாள் வந்து எப்படி இதெல்லாம் மொத்தமாக எடுத்துகிட்டு போகுமா? மொத்தமாக எடுத்துகிட்டு போகிறது வந்து அவங்க சந்தையில் போய் எடுத்துகிட்டு போவாங்க. மொத்தமாக எடுத்துகிட்டு போகிறது எடுத்துகிட்டு போகிறது சந்தையில் போய் எடுக்கும்போது அவங்களுக்கு வந்து ரேட்டும் வந்து ஹெவி ரேட்டு கூடுதல் ரேட்டாக இருக்கும். கூடுதல் ரேட்டு இப்போ நம்ம வந்து இப்போ வீட்டில் இப்போ வளர்க்குறாங்கல்ல அவங்ககிட்ட வந்து வாங்கும்போது வந்து நமக்கு வந்து ரேட்டு கம்மியாகிட்டு இருக்கும். இதெல்லாம் வளர்க்கு எல்லாம் வளர்க்குனது எல்லாமே வீட்டில் வளர்க்குனது. இப்போ காட்டு சைடில் வந்து ஒரு செட்டு மாதிரி போட்டு செட்டில் விட்டுருப்பாங்க. இப்போ போய் போய் பார்த்துட்டு வந்தோம்ல அந்த மாதிரி செட்டில் போட்டு வளர்ப்பாங்க. அப்படிங்கும் போது அவங்க வந்து இவங்ககிட்ட வந்து டைரெக்டாக பேசி வாங்கும்போது விலை பேசி வாங்கும்போது கம்மியான ரேட்டுக்கு வாங்கலாம். அப்படி ஆமாம். இப்போ அதாவது என்ன அப்படின்னா இப்போ மார்க்கெட்டில் போய் வாங்கும்போது சந்தையில் போய் வாங்கும்போது 40,000 ரூபாய்க்கு வாங்கக்கூடிய இதை வந்து நம்ம வந்து இவங்ககிட்ட வந்து 25,000 30,000க்குள்ளே வாங்கலாம். அப்போ நம்ம சந்தையில் 1 லட்சத்துக்கு வாங்குது இங்கே வந்து நமக்கு ஒரு 50,000க்கு கிடைக்கும் தமிழ்நாடு சந்தையில். അപ്പോൾ നമ്മൾ കേരള സന്ധ്യയിൽ 2 ലക്ഷത്തിക്ക് കിടക്കിയത് ഇங்கே നമുക്ക് 50,000ക്ക് കിടക്കും. അപ്പോൾ നമുക്കൊരു ഉദാഹരണം നമുക്ക് അദ്ദേഹത്തിനോട് തന്നെ ചോദിച്ചറിയാം. കാരണം അവിടെ പോയി അവന്മാരെ പിടിച്ച് കാണിച്ചു തരാൻ പറ്റത്തില്ല. അവന്മാർ ഓടിക്കണം, നമ്മൾ വരുംതോറും അവന്മാരിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ട് അവന്മാരെ പോയി പിടിക്കാൻ പറ്റില്ല, അപ്പോൾ കുത്തും കിട്ടും. അപ്പോൾ ഇങ്ങനെ ഒരു പെരിയ പോത്ത് 1 ടണ്ണ് 1000 കിലോ ഉള്ള പോത്ത് ഇന്നത്തെ ഊരിലിരുന്ന് എനിക്ക് എவ்வளோ വിലയ്ക്ക് വാങ്ങാൻ முடியும்? ഇന്നത്തെ വില போது 30,000 ரூபா 25,000 25,000 30,000 സീസൺ മാറി മാറി വരും. சீசனுக்குன்னா கூடும்
കൂടും. 1 ടണ്ണുള്ള പോത്ത് 1000 കിലോ ഉള്ള പോത്തിന് ഇവിടുന്ന് 25,000 രൂപയ്ക്ക് വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ 100 കിലോ ഉള്ളൊരു പോത്തിന് 2500 രൂപയ്ക്ക് വില വരുന്നുള്ളൂ ശരാശരി. നിങ്ങൾ മനസ്സിലാക്കും. അപ്പോൾ നമ്മൾ കേരളത്തിലെ ഇന്ത്യയിൽ നമുക്ക് ഒരു 1 ടണ്ണ് 1000 കിലോ ഇരിക്കുന്ന ഒരു പോത്ത് മാർക്ക് 25,000 രൂപ ഇരുന്ന് നമുക്ക് വാങ്ങലാം. ചിന്ന കന്നുകുട്ടി 3000 5000 ചിന്ന കന്നുകുട്ടി. അപ്പോൾ நம்ம இந்த கறவை மாடு இல்லையா, அதுக்கு வந்து எப்படி ரேட் வரும்? கறவை மாடுக்கு வந்து அதாவது அது ஈத்தை பொறுத்து, அதாவது கண்ணுக்குட்டி, அதாவது இப்போ ஒரு 2 கண்ணுக்குட்டி போட்டிருக்கோம் 3 கண்ணுக்குட்டி போட்டிருக்கோம், அதுக்கு தகுந்த ஒரு ரேட்டு. அப்போ அதாவது ஈத்து அப்படின்னா அதுக்கு ஒரு ரேட்டு, 2வது ஈத்துக்கு ஒரு ரேட்டு, அப்படி ஈத்து வச்சு தான் ரேட்டு. அப்படியா? அதாவது 2 ஈத்து போட்டிருக்கு அப்படின்னா அதுக்கு 40,000 45,000. ആമാം. ഇത് അവന്മാരെ റോഡിലോട്ട് കയറുന്നുണ്ടെന്ന് തോന്നുന്നു. നോക്കില്ല, നമ്മൾ റോഡിലോട്ട് കയറിയ കഴിഞ്ഞാൽ നമുക്ക് അവന്മാരെ അവിടെ വെച്ച് പിടിച്ചിട്ട് ഓരോന്നിൻ്റെ നമ്മൾ കാണിച്ചിട്ട് റേറ്റ് പറയാം. പക്ഷേ അവന്മാർ അമ്പിനും വില്ലിനും അടുക്കുന്നില്ല. ഇനി എന്താണെന്ന് അറിയത്തില്ല, ഇനി എന്നെ കണ്ടിട്ടാണോ അതോ നമ്മുടെ ക്യാമറാമാനെ കണ്ടിട്ടാണോ അവന്മാർ ഓടുവാണ്. പിന്നെ ആടും, അത് മാത്രമല്ല അവിടെ ആടും ഉണ്ട് അല്ലേ? അത് ആട്, അത് പുറമേ വെള്ളാട്. ഇവങ്കൊക്കെ എന്നെ റേറ്റ് വരും? இது வந்து ஜோடியாக கொடுக்குறாங்க. ஜோடி வந்து என்ன அப்படின்னா 16 15 ஜோடி അല്ലേ? അപ്പോൾ வந்து നമുക്ക് എന്താ കാളയൊക്കെ എല്ലാം வந்து എவ்வளோ റേറ്റ് വരും? காளைக்கு வந்து என்னன்னா காளை வந்து அதாவது சைஸை பொறுத்து இந்த மாதிரி ஒரு 500 கிலோ இருக்கிறது ஒரு காளை அது 20,000 எல்லாம். இங்க வந்து இந்த மீட்டுக்கு எவ்வளோ ரேட்டு போத்து வந்து ஷாப்பில் சாப்பிடணும் நம்ம சந்தையில்? மீட்டை வாங்கும்போது മട്ടൺ സ്റ്റാൾ റേറ്റ് தெரியாது. മട്ടൺ അങ്ങനെ വെജ് ആൾക്കാരാ, ക്ഷമിക്കണം. അപ്പോൾ ഇദ്ദേഹം എനിക്ക് ഇവിടുന്ന് ഒരുപാട്, എനിക്ക് തോന്നുന്നു 10-250 പോത്തുകളെയും 10-75 കാളകളെയൊക്കെ എനിക്ക് 3-4 വർഷമായിട്ട് വാങ്ങിച്ച് തന്നിട്ടുണ്ട്. എനിക്കെന്താ സംഭവിച്ചത് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഈ സാധനത്തിനെ നാട്ടിലങ്ങോട്ട് കൊണ്ട് ഇറക്കുമ്പോഴേ ആളിങ്ങി ഓടി വരും ഒരു സമയത്ത്. അത് ഞാനിവിടുന്ന് 10,000 രൂപയ്ക്ക് വാങ്ങിക്കുന്ന പോത്തിനെയൊക്കെ നമ്മൾ പറയണ്ട 12,000 രൂപ ഇങ്ങോട്ട് അപ്പോഴേ തരാമെന്ന് പറയും. നമ്മൾ ബാർഗെയിൻ ചെയ്ത് നിൽക്കുന്ന കഴിഞ്ഞാൽ 15,000 രൂപയ്ക്ക് അപ്പോഴേ പോവാം. അപ്പം അങ്ങനെ ഒരു സമയമായിരുന്നു. അപ്പോൾ ഇവന്മാരിപ്പം കൂട്ടി കയറി നമ്മളിപ്പോൾ ഇവന്മാരെ പിടിക്കും. ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ നാളെ വരും വീണ്ടും അടുത്ത പാർട്ട് 2 ആയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്നാൽ നമ്മുടെ ഇച്ചിരി അടുത്ത് വരുന്നുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് അങ്ങോട്ട് നോക്കാം. ക്യാമറമാനെ പോത്തിൻ്റെ അടുത്തോട്ട് കൂടുതൽ പോകണ്ട. ഇവന്മാരിപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മുടെ വീഡിയോ ഒക്കെ பார்த்து இப்போ இங்கே வந்து இப்போ ஃபார்ம் தொடங்கணும் അല്ലെങ്കിൽ ஏதாவது இந்த மீட் பிஸ்னஸ் நடத்துறவங்க இங்கே வந்தா லோடா எடுத்து கொடுக்க முடியும்? லோடா எடுத்து கொடுக்கலாம், தனியாയിട്ടുம் நம்ம எடுத்து கொடுக்கலாம். இங்கே இருந்து வண்டி எல்லாம் கிடைக்குமா? വണ്ടി நம்ம ഏർപ്പാട് പണി കൊടുക്കും. വണ്ടിയൊന്നും വേണ്ട, നേരെ ഇങ്ങനെ വരുക ഇഷ്ടമുള്ള. ഇതിപ്പം അതിൻ്റെ അടുത്തോട്ട് പോകാൻ പറ്റില്ല, കാരണം അത് ഒരുപാട് ദൂരെയാണ്. ഞാൻ കുറേ നടന്ന് അവിടെ തളർന്നിരുന്നതാണ്. നമ്മൾ നടന്നെടുത്ത് വരുന്നതോടെ ഇവന്മാർ ഇച്ചിരി ദൂരത്തോട്ട് പോകും. അപ്പോൾ അതാണ് പ്രശ്നം. അപ്പോൾ ഇവന്മാരെ കൂട്ടിക്കയറി കഴിയുമ്പോൾ ഇരുട്ടാവും, പിന്നെ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റില്ല, ലൈറ്റിങ് കുറവാണ്. നമ്മൾ കാറിൻ്റെ വെട്ടമൊക്കെ അടിച്ചുമാർ രാത്രി ഡിസ്റ്റർബ് ചെയ്യാനും പറ്റത്തില്ല. എന്നാലും നമ്മുടെ വണ്ടിയൊന്നും കയറി ചെല്ലത്തില്ല അടുത്തോട്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നിന്നൊക്കെ ഞാൻ കുറേ കാണിച്ചു തരാം. ഇല്ലെങ്കിൽ നമുക്ക് നാളെ വീണ്ടും പോയിട്ട് നൈറ്റ് ഞാൻ നോക്കാം, കാണാൻ പറ്റുമെങ്കിൽ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ ഇത്തരത്തിലുള്ള ഇവന്മാരെയൊക്കെ വാങ്ങണമെങ്കിൽ നേരെ വന്നിട്ട് നമ്മുടെ മുരുകനെ വിളിക്കുക. നമ്മുടെ സ്വന്തം ആളാണ്. എൻ്റെ പേര് പറഞ്ഞാൽ മതി അല്ലേ? എൻ്റെ പേര് പറഞ്ഞാൽ മതി. നല്ല സൂപ്പർ സാധനങ്ങളൊക്കെ തരും. അപ്പോൾ നിങ്ങൾ ഇതിവിടെ എവിടെയാണ് വരേണ്ടത്? ഇതിനെ വാങ്ങാൻ എங்கே വരണം? കടയത്ത് വന്നാൽ മതി. നമ്മൾ ഈ പ്രവാസികളൊക്കെ നിർത്തി നാട്ടിൽ പോകാന്നൊക്കെ പറഞ്ഞ റൂമിലൊക്കെ ഇരുന്ന്, ഞാനും പ്രവാസിയാണ്. അപ്പം സ്ഥിരമുള്ള പ്ലാനിങ്ങിനകത്തുള്ള ഒരു കാര്യം എന്തോ അറിയാമോ? ഫാം തുടങ്ങണം, നാട്ടിൽ പോയിട്ട് ഫാം തുടങ്ങണം. അപ്പോൾ ഫാം തുടങ്ങുമ്പം നമ്മൾ നാട്ടിൽ കൊണ്ടുവന്ന് ബ്രീഡൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിൽ കിട്ടുന്നതിൻ്റെ 1/3 വിലയ്ക്കാണ് ഇവിടെ ഈ ആനിമൽസിനെ, കാളയായാലും പോത്തായാലും ആടായാലും കറവ പശു ആയാലും ഇതിനൊക്കെ നമ്മുടെ നാട്ടിലെ 1/3 വിലയ്ക്കാണ് ഇവന്മാരൊക്കെ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ ഇവിടെ വന്ന് വാങ്ങിച്ച് ഇവിടുന്ന് ഇങ്ങനെ ഇരുന്ന് അമ്മ ഒരു 5 വരെ അന്നേക്ക് ഞാൻ 2017 കൊണ്ടുപോകുമ്പം ഒരു വലിയൊരു ലോറിയാണെന്നുണ്ടെങ്കിൽ എനിക്ക് 407 4,500 രൂപ വാടകയുള്ളായിരുന്നു. ഇങ്ങനെ നമ്മൾ 5 ഊര് വരെ എவ்வளோ റേറ്റ് വരും? 407 நமக்கு இங்கே வந்து அதாவது ஆர்டிஓ செக் போஸ்ட் செலவு அப்போ நமக்கு கம்மியாக தான் வரும். வாடகை கம்மி தான் வரும். എന്നാലും 5,000 രൂപയ്ക്കകത്തൊക്കെ നിങ്ങൾക്ക് കേരളം വരെ പോകാൻ വരത്തുള്ളൂ. പിന്നെ RTO ചെക്ക് പോസ്റ്റ്, മൃഗ ഡോക്ടർ, ഇതെല്ലാം ഇവർ ക്ലിയർ ചെയ്ത് തരും. നമ്മളൊന്നും അറിയണ്ട. നിങ്ങൾ സാധനത്തെ ഇഷ്ടപ്പെട്ട സാധനത്തെ വാങ്ങിക്കുക, വണ്ടിക്ക് എത്തിക്കോ, കൊണ്ടുപോക്കോ, ബാക്കി നിങ്ങളുടെ ഫാമിൽ കൊണ്ടുപോയി. പിന്നെ ഇവിടെ കാള, ആട്, പോത്തല്ല വേറെ എന്നെ കിടക്കും? இதெல்லாம் கரடி கிடைக்கும், சிறுத்தை கிடைக்கும், மலா, அதெல்லாம் விற்க முடியாது. പക്ഷേ ഇങ്ങനെ കിടക്കും, ഇങ്ങനെ കിടക്കും. അപ്പോൾ കരടിയും സിരുത്തേക്ക് ഉണ്ട്. ഭാഗ്യമുണ്ടെങ്കിൽ ഞാൻ പോകുന്ന വഴിക്ക് കാണിച്ചു തരാം. ഞാനും കുറേ ആളോട് കരടിയെ കാണണമെന്ന് ആഗ്രഹിച്ച് നടക്കും. പണ്ടൊക്കെ ഇവിടെ ഇഷ്ടംപോലെ കരടിയൊക്കെ കാണുമായിരുന്നു.
പിന്നെ പന്നിയുണ്ട്. പന്നി നമ്മൾ വളർത്തുന്ന പന്നിയല്ല, കാട്ടുപന്നി. ഇതേ മല കണ്ടോ നിങ്ങൾ? ഇവന്മാരെല്ലാം മലയ്ക്കകത്താണ് ഉള്ളത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ വന്ന് ഇവിടെ ആടിനെയൊക്കെ പിടിച്ചിട്ട് പോകും. മുരുകൻ, അപ്പോൾ ഇവിടെ വന്ന് ഒരു ഫാം തുടങ്ങാൻ പറ്റുമോ? ഒരു ഫാം സ്റ്റാർട്ട് ചെയ്യണം എനിക്ക്. അല്ല, നമ്മുടെ വ്യൂവേഴ്സിനൊക്കെ ഇവിടെ വന്ന് ഒരു ഫാം സെറ്റ് ചെയ്യണം. ഇവിടെ സ്ഥലമൊക്കെ എടുത്ത് ചെയ്യാൻ പറ്റുമോ? അതൊക്കെ ചെയ്യலாம். അപ്പോൾ നമ്മുടെ നാട്ടിൽ ചെയ്യുമ്പോൾ ഈ ഇതിൻ്റെയൊക്കെ തീറ്റയ്ക്ക് അത്യാവശ്യം നല്ല പൈസയാവുന്നുണ്ട്. ഇവിടെ അതിൻ്റെ നമ്മൾ നാട്ടിൽ ഈ കാലിത്തീറ്റ മാത്രമാണ് കലക്കി കൊടുക്കുന്നത്, പിന്നെ വൈക്കോല് വാങ്ങിച്ചു കൊടുക്കും. ഇവിടെ നോക്ക്, ക്യാമറമാനെ ഒന്ന് സൂം ചെയ്ത് കാണിച്ചേ. ഇഷ്ടം പോലെ പുല്ല് കിടക്കുക. ഇങ്ങോട്ട് വരിക, മേയുക, തിന്നുക. ഇതും തിന്നിട്ട് നേരെ கூட்டிப்போய் இதுக்கு இந்த ஃபுட்டு மட்டும்தான், அதை வேற ஃபுட்டு இல்லை? அதாவது இங்கே விவசாயம், அதாவது இப்போ வந்து விவசாயம் இல்லை, அறுவடை முடிஞ்சிருச்சு, நெல் அறுவடை முடிஞ்சிருக்கு. நெல் அறுவடை முடிஞ்சதுனால இப்போ காலி இடமா கிடக்கல, நம்ம வந்து மேய்ச்சல் மேய்ஞ்சிக்கிட்டு இருக்கு. இப்போ இதில் வந்து இப்போ அடுத்து நெல் நடுவு தொழில் அடிச்சு நெல் போடுவாங்க. நெல் நடும்போம் மாடுகள் போகாமல் வேற இடத்துக்கு மேய்ச்சல் போகும். அதாவது மேலே நம்ம டேமு போகணும்ல, டேம் സൈഡ് ഉള്ള മേയാൻ സ്ഥലം ഇഷ്ടം പോലെ കിടപ്പുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒന്ന് ഫാം തുടങ്ങിയാൽ ഈ സാധനങ്ങൾ ഇവിടെ ഒന്നും വെക്കണ്ട. നിങ്ങൾ വണ്ടി കയറ്റി നമ്മുടെ നാട്ടിൽ നിങ്ങളുടെ ഏരിയയിലൊക്കെ മാടുചന്ത ആടുചന്തയെ കാണുള്ളൂ, നേരെ അങ്ങോട്ട് കൊണ്ടുപോയാൽ മതി. അതേ കൊണ്ടിറങ്ങുന്ന ചൂടപ്പം പോലെ വിറ്റു. ഞാൻ ചെയ്തുകൊണ്ടിരുന്നതാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് പിന്നെ ഈ ഒന്നാമത്തെ കാര്യം നമ്മൾ എന്താ പറയുക, ഇവന്മാരെയൊക്കെ കാണുമ്പോൾ എനിക്ക് മൃഗങ്ങളെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് ഇതിനെയൊക്കെ വളർത്തി കഴിഞ്ഞാൽ എനിക്ക് തിരിച്ച് കൊടുക്കാൻ തോന്നുന്നില്ല. അപ്പോൾ ഞാൻ നിർത്താനുള്ള ഒന്നാമത്തെ കാര്യം അത് തന്നെ. കാരണം നമ്മൾ ഇതിനെല്ലാം കൂടെ ഒരു പരിധി കഴിഞ്ഞ് നമുക്ക് കൊണ്ട് നിർത്താൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് പിന്നെ ഞാൻ നിർത്തി. ഇനിയിപ്പോൾ എനിക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ട്. അപ്പം നമ്മുടെ മുരുകണ്ണൊക്കെ ഇവിടെ ഉള്ള സ്ഥിതിക്ക് നമുക്ക് എപ്പോഴെങ്കിലും തുടങ്ങാവുന്ന കാര്യമേ ഉള്ളൂ ഇതൊക്കെ. അപ്പോൾ മുരുകണ്ണ നമുക്ക് ഈ ഏരിയയിലൊക്കെ സ്ഥലം വിലയ്ക്കും വാങ്ങിക്കാം, ലീസിനും എടുക്കാം. ലീസുக்கு எடுக்கலாம், வாங்கிக்கலாம், விலைக்கும் கட்டுண்டு അല്ലേ? അപ്പോൾ എനിക്ക് ഒരു இந்த ஆடிനെ மேய்க்கிறவனுക്കൊക്കെ வந்து எவ்வளோ சாலரி கொடுக்கணும்? அது நம்ம அதாவது எத்தனை மாடுங்கிறத பொறுத்து. அப்படி 4 மாடுன்னா அதுக்கு தகுந்த சம்பளம். மாடை பொறுத்து தான் சம்பளம். அது சரி. ஒரு நாளைக்கு வந்து 500 ரூபா. நம்ம இந்த புல்லு இப்போ இங்கே இப்போ நெல் வந்து ஓகே வேறொரு பக்கத்துல போகும் இங்கே. அப்போ அங்கே இருந்து அதெல்லாம் சாப்பிட்டு இதுக்கப்புறம் வந்து அந்த புளியரி புண்ணாக்கு அதெல்லாம் கொடுக்குமா? அது கொடுக்கும். தண்ணி வைக்கும் போது புண்ணாக்கு, அது இது நம்ம புண்ணாக்கு போடுறது தவிடு, கோதுமை தவிடு, கோதுமை தவிடு. അപ്പം മെയിൻ ഫുഡ് ഇത് ഇവിടുന്ന് புல்லு அது போக வீட்டுக்கு போனோம்னா நைட்டுக்கு மட்டும் வைக்கல். അപ്പം മെയിൻ ഫുഡ്, മെയിൻ കോഴ്സ് ഇവിടുന്ന് ഇവന്മാർ അടിക്കും. മെയിൻ ഡിഷസൊക്കെ ഇവിടുന്ന് അടിച്ചിട്ട് വീട്ടിൽ ചെല്ലുമ്പോൾ സ്നാക്സ് അവിടെ കലക്കി വെച്ച് കൊടുത്താൽ മതി. നമ്മുടെ നാട്ടിലാണെങ്കിൽ പുളിയരിയും പിണ്ണാക്കും ഒക്കെ വാങ്ങിച്ച് നമ്മുടെ ഊപ്പാട് വരും. നാട്ടിൽ ഇവിടെ പുല്ലിരിക്കുന്നു. ഇവിടെ വേറെ നമ്മുടെ അപ്പുറത്ത് അയ്യത്ത് കയറി കഴിഞ്ഞാൽ അമ്മ വന്ന് നമ്മളത് പ്രശ്നം ഉണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ബെസ്റ്റ് തമിഴ്നാട് തന്നെ അല്ലേ? വ്യവസായം തമിഴ്നാടാണ് ബെസ്റ്റ്. കേരളത്തിൽ കൊള്ളത്തില്ലെന്ന് ഞാൻ പറയുന്നില്ല, എന്നാലും നിങ്ങൾക്ക് ഇവിടെ കൂടുതൽ ചിലവ് കുറവായിരിക്കും. നമ്മുടെ തമിഴ്നാട് നമ്മൾ കുറേ കൃഷിയുടെയൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ലേബർ കോസ്റ്റ്, വളം, മാടിൻ്റെ തീറ്റ. അപ്പോൾ തീറ്റ വാങ്ങാൻ പോയി നമ്മുടെ നാട്ടിൽ 55 രൂപ ഉള്ളതിന് ഇവിടെ 35 രൂപയുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ ഇത്തരത്തിലൊക്കെ ഇൻഫ്രാസ്ട്രക്ചർ കെട്ടാനുള്ള കോസ്റ്റ്, സ്ഥലത്തിൻ്റെ കോസ്റ്റ്, ഇതൊക്കെ വളരെ കുറവാണ് ഇവിടെ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ആശയം ഉണ്ടെങ്കിൽ മുരുകണ്ണനെ വിളിച്ചോ, നമ്മുടെ സ്വന്തം ആളാ, ഒന്നും പേടിക്കണ്ട, ഇങ്ങോട്ട് വന്നാൽ മതി. അദ്ദേഹം എല്ലാം റെഡിയാക്കി തരും. അതല്ല നിങ്ങൾക്ക് മാടിനെ വേണം എന്ന് മതിയെങ്കിൽ അതും വന്നാൽ മതി. അപ്പോൾ ഞാൻ മുരുകൻ്റെ നമ്പർ കൊടുക്കട്ടെ? വിളിക്കട്ടെ? വിളിക്കാം. ഓക്കെ. അപ്പോൾ എൻ്റെ പേര് പറയുമ്പോൾ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കണം മാടിനൊക്കെ. കണ്ടിപ്പാ. ഓക്കെ, എൻ്റെ പേര് പറഞ്ഞാൽ മതി, മാടിനൊക്കെ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ചെയ്ത് തരും. അപ്പോൾ എന്തായാലും അവന്മാർ റോഡിലോട്ട് കയറുവാന്ന് തോന്നുന്നു. അപ്പോൾ ക്യാമറാമാൻ, അവന്മാർ റോഡിലോട്ട് പോകാൻ തോന്നുന്നു. അപ്പോൾ റോഡിലോട്ട് കയറിയാൽ മുരുകണ്ണ, റോഡിലോട്ട് കയറി നമുക്ക് ഒന്ന് കാണിച്ചു കൊടുത്ത് പറയാം ഓരോ ഇതിൻ്റെ വെയിറ്റ് എത്ര വരും എന്നൊക്കെ. ഇപ്പോൾ ഇവിടെ ഏറ്റവും വലിയ പോത്ത് എത്ര കിലോ വന്നിട്ടുണ്ട്? അത് 2 ടൺ വരെയും 2 ടൺ വരെയുള്ള പോത്തുണ്ട്. 2 ടൺ വരെ. ഈ പോത്ത് 2 ടൺ എന്ന് പറയുന്നത് 1.5 ടൺ, മാക്സിമം 1.5 to 1.25 ടൺ വരേക്ക്. അപ്പോൾ ഇതിൻ്റെ ഈ വെയിറ്റ് എന്ന് പറയുന്നത് ഈ നമ്മുടെ ഇറച്ചി വെയിറ്റ് അല്ല, ഇതിൻ്റെ മൊത്തത്തിലുള്ള വെയിറ്റാണ്. മൊത്തത്തിലുള്ള. അതെ, ഞാൻ തന്നെ ഏതാണ്ടുണ്ട് 85 കിലോ. അപ്പോൾ 2 ടണ്ണുള്ള പോത്തെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഈ കാട്ടുമാടൊക്കെ ഇല്ല, കാട്ടരിമയൊക്കെ, അതൊക്കെ എவ்வளோ വെയിറ്റ് കാണും? കാട്ടരിമയിലിருந்து കമ്മി தான் വെയിറ്റ്. அப்படி அந்த சைஸ்லக்க വരുന്ന மாடு இருக்கா? போத்து மாடு அது ஒரு சில மாடுகளை பொறுத்து இருக்கு. ஒரு சில மாடுகள் வரும். அதாவது நிறைய வராது. ஒரு சில மாடு மட்டும் வெயிட் வந்து കൂടുതലാണ് വരും. എൻ്റെ ഫാമിൽ ഒരു പോത്തുണ്ടായിരുന്നു. അപ്പോൾ അവന് ഏകദേശം കാട്ടുപോത്തിൻ്റെ അതേ ലുക്കും കളറൊക്കെ. അവനെ ബാഹുബലി എന്നായിരുന്നു ഞങ്ങൾ പേരിട്ടിരുന്നത്. അപ്പോൾ അവനെ കൊടുക്കാൻ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. അവസാനം ഞാൻ ഈ ഫാമൊക്കെ നിർത്തിയപ്പം അദ്ദേഹം വാങ്ങിച്ചു തന്നെയാണ് ഇവിടുന്ന്. പിന്നെ ഇവിടെ പക്കത്തിലെ മാട്ട് സന്ത എങ്കല്ലേ ഇറക്ക്? இங்கே வந்து கடையத்தில் திங்கக்கிழமை மட்டும்.
തിങ്കക്കിള കടയത്തിലെ കടയിൽ ഇങ്ങനെ നിന്ന് വാങ്ങി ഇങ്ങനെ ഇരുന്ന് ചന്തയിൽ കൊടുത്താൽ നമുക്ക് ലാഭം കിടക്കും. ഇവിടുന്ന് വാങ്ങിച്ച് ഇവിടുന്ന് ചന്തയിൽ തന്നെ കൊടുത്താൽ നമുക്ക് ലാഭം കിട്ടും. അപ്പോൾ നിങ്ങൾ ഇത്തരത്തിലുള്ള ഫാം ബിസിനസ് ഒക്കെ തുടങ്ങുന്നുണ്ട്, ആദ്യം നിങ്ങളുടെ ഏരിയ, നമ്മുടെ കേരളത്തിലുള്ള ഏരിയയിലെ ചന്തയിലൊക്കെ ഒന്ന് പോയിട്ട് ഇവന്മാരുടെ വിലയൊക്കെ പഠിക്കുക. അത് പഠിച്ചിട്ടേ ഇങ്ങോട്ട് വരാവുള്ളൂ അല്ലേ? നമ്മൾ ആദ്യമായിട്ട് വന്നത് കണ്ടിട്ട് അയ്യോ പോത്തിന് ഇത്ര വിലയോ അല്ലെ കാളയ്ക്ക് ഇത്ര വിലയോ എന്ന് പറയില്ല. നിങ്ങൾ ആദ്യം നമ്മുടെ നാട്ടിലെ ചന്തയിൽ പോയിട്ട് ഇവന്മാരുടെ വിലകളൊക്കെ ഒന്ന് പോയിട്ട് ചന്തയ്ക്ക് പോയിട്ട് വിസാരിച്ചിട്ട് കൂടെ വന്ന് കൂടെ പാത്തിട്ട് കൂടെ വാങ്ങിக்கலாம். നിങ്ങൾ അവിടുത്തെ ചന്തയിൽ വില നോക്കിയിട്ട് നേരെ ഇങ്ങോട്ട് പോവാ, മുരുകൻ്റെ അടുത്തോട്ട് പോവാ. നിങ്ങൾക്ക് തമിഴ്നാട്ടിൽ എവിടെ നിന്ന് വേണേലും പോത്തിനെയോ ആടിനെയോ എന്ത് വേണമെങ്കിലും വാങ്ങിച്ചു തരും, ഒരു കുഴപ്പമില്ല. പിന്നെ നിങ്ങൾക്ക് സ്ഥലം വേണമെങ്കിൽ സ്ഥലവും ചെയ്തു തരും. അപ്പോൾ റോഡിൽ കയറി നമ്മളിപ്പോൾ പിടിക്കും അവന്മാരെ. പിന്നെ അപ്പോൾ ഇവിടുന്ന് ഇപ്പം അണ്ണൻ ഡെയിലി വാങ്ങുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. നമ്മുടെ പഴയ ആൾക്കാരൊക്കെ എപ്പോഴും വരുന്നുണ്ട് അല്ലേ? അപ്പോൾ ഈ ഇടയ്ക്ക് ഈ ഒരു പെരുന്നാൾ നമ്മുടെ നാട്ടിലൊരു പോത്തിന് പെരുന്നാൾക്ക് പോത്ത് വാങ്ങി കൊടുക്കും. പെരുന്നാൾക്ക് മട്ടും വരും, പെരുന്നാൾക്ക് വരും വാങ്ങി കൊടുക്ക്. ഇപ്പോൾ ഈ അടുത്ത പെരുന്നാളിന് ഞങ്ങളുടെ നാട്ടിലൊരു വലിയൊരു പോത്തിൻ്റെ ഒരാൾ കൊണ്ടുവന്നു. അദ്ദേഹം വാങ്ങിച്ചു കൊടുത്തത്, ഞാൻ നമ്പർ കൊടുത്തിട്ടാണ് അദ്ദേഹം അത് വാങ്ങിച്ചു കൊടുത്തത്. 1050 കിലോ ഉള്ള പോത്തുണ്ട്. ഇവിടെ വേൽപ്പുറത്തിന്ന് തൂക്കിയിട്ടാണ് കൊണ്ടുപോകുന്നത്. 1050 കിലോ പോത്തിന് അന്ന് പെരുന്നാൾ സമയത്താണ് നിങ്ങൾ നോക്കിയോ 19,000 രൂപയ്ക്കാണ് ഇവിടുന്ന് ഒരു പോത്തിനെ കിട്ടിയത്. 19,000 രൂപയ്ക്ക് അന്ന് ആ പെരുന്നാൾ കഴിഞ്ഞ പെരുന്നാളിന്. അപ്പോൾ അതാ പറഞ്ഞത് നമ്മുടെ ലക്ക് കണക്കിരിക്കും. ഇപ്പോൾ ആൾ കൂടുതൽ വരിക, മാട് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് റേറ്റ് കൂടും. അപ്പോൾ മാട് ഒരുപാട് നിൽക്കുന്ന സമയം ആൾ കുറവാണെന്നുണ്ടെങ്കിൽ റേറ്റ് കുറയും. പിന്നെ ഈ പെരുന്നാൾ പോലത്തെ സമയങ്ങളിലൊക്കെ റേറ്റ് നല്ലപോലെ കുറയും, ക്ഷമിക്കണം, റേറ്റ് നല്ലപോലെ കൂടും. അപ്പോൾ കൂടുതൽ ആളുകളും ഈ ഫാമിനെ പറ്റി ചെയ്യും. നമ്മൾ ഫാമിൽ പോയിട്ട് വേറൊരു വീഡിയോ ചെയ്യാം ഫാമിൻ്റെ ബിസിനസ്സിനെ പറ്റി. അപ്പോൾ കൂടുതൽ ആളുകളും ഈ ഫാമിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെരുന്നാളിന് ഒരു 5-6 മാസം മുമ്പേ ഇവന്മാരെയൊക്കെ വാങ്ങിച്ച് നിർത്തി നല്ലപോലെ ഫുഡൊക്കെ കൊടുത്തൊന്ന് പുഷ്ടിപ്പെടുത്തി എടുത്ത് പെരുന്നാളാകുമ്പം വിൽക്കുമ്പോൾ നല്ല വിലയും കിട്ടും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഞാൻ പറഞ്ഞില്ല. നമ്മൾ തമിഴ്നാട് കുടികടയിൽ വന്ന് വാങ്ങിയിട്ട് പോവാം, ചീപ്പ് റേറ്റാണ്. പിന്നെ എന്താ പറയുക, ഇവിടെ നിന്ന് വലിയ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റും വരുന്നില്ല. അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങോട്ടൊന്ന് പോയി നോക്കാം. മുരുകണ്ണ മല കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊന്ന് നോക്കാം എന്തായാലും. അപ്പോൾ നിങ്ങൾ ഈ മലയൊക്കെ കണ്ടു കാണുമല്ലോ അല്ലേ? പക്ഷെ അതിൻ്റെ അടുത്തോട്ട് പോകാൻ അമ്മ അടുപ്പിക്കുന്നില്ല, അതാണ് പ്രശ്നം. അപ്പോൾ അതേ അവിടെ കുറച്ച് പോത്തുകൂട്ടന്മാരൊക്കെ നിൽപ്പുണ്ട്, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഒന്ന് സൂം ചെയ്തിട്ട് കാരണം ഇവിടുന്ന് ക്രോസ് ചെയ്ത് പോകണമെങ്കിൽ ഒരു ഇതുണ്ട്, ഒരു തോടുണ്ട്, ഇതുണ്ട്. ഇതൊക്കെ ഇദ്ദേഹത്തിൻ്റെ കസ്റ്റഡിയിലുള്ള സാധനങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ വില ഞാൻ പറഞ്ഞുതരാം. അണ്ണാ ആ കാണുന്ന വെള്ളപ്പോത്ത് ഇത് ഈ 2 എണ്ണം നിൽക്കുന്നില്ലേ, അവന്മാർ എത്ര രൂപയ്ക്ക് വാങ്ങിച്ചു തരാൻ പറ്റും? അതെ, അത് 350 കിലോ വരും. എത്ര രൂപയ്ക്ക് വാങ്ങിച്ചു തരാൻ പറ്റും? 350 കിലോ മുതൽ 20,000 രൂപ. 2 എണ്ണം. ആ 2 എണ്ണത്തിന് 20,000 രൂപയ്ക്ക് ഇപ്പം വണ്ടി ഉണ്ടെങ്കിൽ വാങ്ങിച്ചുകൊണ്ട് പോവാം. ഇതോ ആ നിൽക്കുന്ന ഇടത്തോട്ട് വാ. ദൈവന്മാരെ ആ വെള്ളപ്പോത്ത് വലുത്, അത് വലുത്, അത് ഒരു 55 കിലോ. 55 എത്ര രൂപയ്ക്ക് എനിക്ക് ഇപ്പോൾ കിലോ അല്ല, അത് കൂടും. 55 കിലോ കൂടും. 55,000 വരും. 55,000 40,000 രൂപ വരയ്ക്കും. അപ്പോൾ ആ കാണുന്ന സാധനത്തിന് ഇപ്പോൾ നമുക്ക് വേണം. എൻ്റെ 40,000 രൂപ ഉണ്ടോ ഞാൻ എപ്പോൾ ഇവിടുന്ന് വാങ്ങിച്ചുകൊണ്ട് പോകും. പിന്നെ ഇവിടെ ഈ തോടായതുകൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. അവിടെ പുതയിൽ കണ്ടോ മഴയായി, മാത്രമല്ല അങ്ങോട്ട് ചെല്ലുമ്പോൾ ഇപ്പോൾ ഇവന്മാർ ഇവിടുന്ന് പോകും. അപ്പോൾ നമുക്ക് ഇനി നാളെ ഒരു ദിവസം വന്നിട്ട് അവന്മാരൊക്കെ തിരിച്ച് വീട്ടിൽ പോകുന്നു. അപ്പോൾ ഇവന്മാരുടെ കൂട്ടിൽ പോയിട്ട് നമുക്ക് രാത്രി നോക്കട്ടെ, ലൈറ്റ് ഉണ്ടെങ്കിൽ ഞാൻ എടുത്തു തരാം. ഇല്ലെങ്കിൽ നമുക്ക് പകൽ വെളിച്ചത്തിൽ എപ്പോഴെങ്കിലും വന്ന് ഇവർ ഓരോരുത്തരുടെയും കാണിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട് ഞാൻ ചെയ്യാം. ഇപ്പം മഴയായി, ഇവിടെ ചെളിയായി, വയലായി, ചാടി പോകാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഇവന്മാരുടെ അടുത്ത് പോയി ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിലയെ കാണാം. ഇദ്ദേഹത്തിൻ്റെ പേര് ഇദ്ദേഹത്തെ ഞാൻ മുരുകൻ എന്ന് വിളിക്കുന്നതാണ്. ഇദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് മുത്തു എന്നാണ്. അപ്പോൾ ഞാൻ പണ്ടോട്ടെ മുരുകൻ എന്നാണ് വിളിക്കുന്നത്, കാരണം സ്നേഹം കൊണ്ടാണ്. അപ്പോൾ അതാ ഇവിടെ ഞങ്ങൾ ചെരുപ്പൊക്കെ ഊരിയിട്ടാണ് കയറി വന്നത്. അപ്പോൾ നമുക്ക് ഞാൻ നോക്കട്ടെ, ഇന്ന് പറ്റുമെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോകാം. അതേ വന്നു നോക്കി. എന്നാൽ എന്താ പെരിയ പോത്ത് പാത്തിയാ ഇതാ പോകുന്നവൻ, ഇതാ ഇവൻ. അതെന്താ 50,000 വരും. 50,000. നമ്മൾ ചന്തയ്ക്ക് പോകണമല്ല 60-65 മേലെ പോകും. 65 മേലെ. അവൻ എത്ര കിലോ ആണ് അവന്? അത് 1 ടണ്ണ് മേലെ പോകും. 1 ടണ്ണ് മേലെ. ഇപ്പം എൻ്റെ പൈസ ഉണ്ടോ വാങ്ങിക്കാൻ പറ്റുമോ? വാങ്ങിച്ച് വണ്ടി കയറ്റി കൊണ്ടുപോവാം. ഓക്കെ. ഇതൊക്കെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ
ആ കന്നാലികളൊക്കെ വന്ന് കിടക്കുന്ന സ്ഥലം. ഇവിടെ ഒന്നും വന്നിട്ടില്ല, സമയമാവണം അതൊക്കെ വരണമെങ്കിൽ. ദൂരേന്ന് പോത്തൂട്ടന്മാരൊക്കെ വീട്ടിലോട്ട് പോകുന്നുണ്ട്. പക്ഷേ ഇവിടെ തമിഴ്നാട്ടിലെല്ലാം അടിപൊളി മഴയായി. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ പോയി എടുപ്പ് നടക്കത്തില്ല. നമുക്ക് അതിൻ്റെ അടുത്ത് മാത്രമല്ല വീഡിയോ നല്ല ഡ്യൂറേഷൻ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അടുത്ത ദിവസം നമ്മുടെ അണ്ണനെയും കൂട്ടിയിട്ട് നമ്മൾ പോയി. മഴയാണ്, തമിഴ്നാട്ടിലെ മഴ കണ്ടുണ്ടോ നിങ്ങൾ? അടിപൊളി മഴയാണ്. പിന്നെ റോഡ് മോശം. ഇവിടെ ഒത്തിരി രാത്രി തിരിച്ച് ഇറങ്ങിപ്പോകാനും പാടാൻ. നേരത്തെ പറഞ്ഞില്ലേ കരടിയും മറ്റേ പുലിയൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്നിപ്പോൾ നമ്മൾ തിരിച്ചു പോവാം. തൽക്കാലം ഇരുട്ടി, നമുക്ക് ലൈറ്റ് ഇല്ലാതെ ഇത് എടുത്തിട്ട് കാര്യമില്ല. കാരണം നിങ്ങൾക്ക് അതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ കണ്ടാലേ അതിൻ്റെ ഒരു നമുക്ക് വിലയിരുത്താൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഗ്രാമത്തിൽ ഫുള്ള് ഇതാണ്, കന്നുകാലികളാണ്. പോത്ത്, ആട്, മാട് എല്ലാ വീട്ടിലും ഇല്ല, എന്നാലും 80% വീട്ടിൽ ഇതാണ്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് മൊത്തം പാടങ്ങളിൽ നിന്ന് മെയ്യുന്ന കാഴ്ചകളാണ് കാണുന്നത്. ഒരു 20 ഗ്രൂപ്പായിട്ട്, 20 എണ്ണത്തിൻ്റെ ഗ്രൂപ്പ്, 50 എണ്ണത്തിൻ്റെ ഗ്രൂപ്പ് അങ്ങനെയൊക്കെ ആയിട്ട് നിന്ന് മേഞ്ഞ് തിന്നുന്ന കാഴ്ചകളൊക്കെയാണ് കാണുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും ഇന്നിപ്പോൾ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് അടുത്ത ദിവസം പോയിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാണാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മൾ അതിൻ്റെ അടുത്ത എപ്പിസോഡിനായിട്ട് വെയിറ്റ് ചെയ്യുക. അപ്പോൾ അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.